ഹായ്, പഠിക്കാം രസിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സുകാരുടെ കേരള പാഠാവലിയിലെ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണെന്ന് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പാട്ടിൻ്റെ പാലാഴി എന്ന് പറയുന്നുള്ളൊരു യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് തുടക്കം തന്നെ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയ തിരനോട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുറിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. വിലയിരുത്തൽ കുറിപ്പ്. അപ്പം നമുക്ക് ആ കുറിപ്പ് വായിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു കാര്യം പറയുന്നത്, നമുക്ക് മാതൃകയാവുന്ന എന്തെല്ലാം നന്മകളാണ് ഈ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്, വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് കുറിപ്പ് എന്താണെന്ന് നോക്കാം. വിലയിരുത്തൽ കുറിപ്പാണ് കേട്ടോ. ആ ഒരു കുറിപ്പ് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ ആ കുറിപ്പ് വായിച്ചിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന നന്മകൾ എന്തൊക്കെയാണ്, അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ് ചോദിക്കുന്നത്. മഹാനടനായ മോഹൻലാലിൻ്റെ ആത്മകഥാംശം നിറഞ്ഞ കുറിപ്പാണ് തിരനോട്ടം. കലാകാരൻ്റെ സവിശേഷതകളെക്കുറിച്ചും സൗഹൃദത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുമാണ് കുറിപ്പിൽ പറയുന്നത്. കുട്ടികൾക്ക് ഗുണകരമാകുന്ന ഒരുപാട് നന്മകളെപ്പറ്റി കുറിപ്പിൽ പറയുന്നുണ്ട്. കലയോടുള്ള അഭിനിവേശം ഒരാളുടെ വ്യക്തിത്വ വികാസത്തെയും ബാധിക്കുന്നു. അവരാണ് ഞാനെന്ന കടലാസുവഞ്ചിയെ സിനിമയെന്ന മഹാസമുദ്രത്തിലേക്ക് ഒഴുക്കിവിട്ടത് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അതായത്, ഇത്ര വലിയ നടനായതിന് പിന്നിൽ സുഹൃത്തുക്കളുടെ സഹായമുണ്ട്. നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിന് എന്നും മുതൽക്കൂട്ടാവും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വളർച്ചയിൽ സഹായിച്ചവരെ എപ്പോഴും ഓർക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും വേണം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. തടസ്സങ്ങൾ വരുമ്പോൾ നാം നേരിടുക തന്നെ ചെയ്യണമെന്നാണ് മോഹൻലാൽ പറയുന്നത്. എന്നാലേ ജീവിത വിജയം ഉണ്ടാകൂ. കുറിപ്പിലെ അവസാന വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, തടസ്സങ്ങളെയും തിരസ്കാരങ്ങളെയും ഹൃദയത്തിലേറ്റുന്നു എന്ന്. ഒരു വ്യക്തിയുടെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്നവരെ അവർ ഓർക്കുക തന്നെ വേണം. തീർച്ചയായും കുട്ടികൾക്ക് പ്രചോദനമാകുന്ന ഒരു അനുഭവക്കുറിപ്പാണ് ഇത്. അതായത് അതിൽ കുറിപ്പിൽ മോഹൻലാൽ പറയുന്നുണ്ട്, തൻ്റെ സൗഹൃദങ്ങളൊക്കെ ഒരു വലിയ നടനാവുന്നതിന് പിന്നിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്, നമ്മുടെ സൗഹൃദങ്ങൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗുണം ചെയ്യും. നല്ല സൗഹൃദങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ നമ്മളെ സഹായിച്ചവരെയൊക്കെ, നമ്മൾ ഏതൊരു നല്ല പൊസിഷനിലെത്തിയാലും നമ്മളെ സഹായിച്ചവരെ നമ്മളെന്നും ഓർക്കണമെന്നാണ് പറയുന്നത്. ഇനി ഒരു അനുഭവക്കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സൗഹൃദങ്ങളെപ്പറ്റി, അവർ തന്ന പ്രോത്സാഹനങ്ങൾ, സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂടെ നിന്നത് ഒക്കെ ഒരു കുറിപ്പായി എഴുതും. അപ്പം ഞാനൊരു അനുഭവം പറയാം. ഞാൻ പറയുന്നേ ഉള്ളൂ, അത് എഴുതിയിട്ടില്ലേ. കാരണം ഇതൊരു സ്വയം എഴുതേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കോപ്പി അടിക്കാനുള്ളതല്ല. സോ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഉള്ളവർക്ക് നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഉണ്ടായിരിക്കും. നല്ല സൗഹൃദങ്ങളാണെങ്കിൽ എപ്പോഴും നമ്മളുടെ സന്തോഷത്തിലും, അതായത് സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നമ്മളുടെ ഒപ്പം നിൽക്കും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവ കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാനൊരാളുടെ ഒരു അനുഭവ കഥ നമുക്ക് എഴുതാൻ പറ്റിയൊരു സാമ്പിള് പോലെ ഒന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനുഭവം എഴുതാം കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും ഇത് പകർത്തി വയ്ക്കാനുള്ളതല്ല, അതുകൊണ്ടാണ് എഴുതാത്തത്. സോ ഒരു കുട്ടിയുടെ ഒരു അനുഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഒരു കൊച്ചുകുട്ടി, തൻ്റെ ഹൈറ്റ് തീരെ കുറവാണ്. അപ്പോൾ മീൻസ് ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ കളിയാക്കുകയാണ്. അപ്പോൾ എന്നെ ഒന്ന് കൊന്നു തരുമോ അമ്മയെന്ന് ചോദിച്ചിട്ട് കരയുന്ന ഒരു വീഡിയോ എല്ലാവരും കണ്ടിരുന്നു. കാരണം അപ്പോൾ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരാളുടെ ശരീരത്തെ പറ്റി മറ്റുള്ളവർ പരിഹസിക്കുന്നതാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലർ പറയില്ലേ, ആൾ കറുത്തിട്ടാണ്, ഇന്ന ആൾ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ നീ ഭയങ്കര കറുത്തിട്ടാണല്ലോ, നിനക്ക് ഭയങ്കര മുടി കുറവാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് ഉയരം കുറവാണല്ലോ, കുള്ളൻ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെ ശാരീരികമായിട്ടൊക്കെ കളിയാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിലൊക്കെ ഒരുപാട് പേർക്ക് മനസ്സ് വേദനിക്കും. പക്ഷെ നമുക്കത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ളൊരു അനുഭവ കഥയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നാണ് എഴുതേണ്ടത്. അപ്പോൾ സ്വയം ഉണ്ടായൊരു അനുഭവം വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു അനുഭവക്കുറിപ്പായിട്ടാണ് പറയുന്നത്. അതായത്, എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് നല്ല ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് മീൻസ് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. പക്ഷേ എന്നെ
ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് ഉയരം വളരെ കുറവാണ്, അതുപോലെ തന്നെ ശരീരത്തിന് നിറം കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ട്. കാരണം ഇവരൊക്കെ കളിയാക്കിയ വാക്കുകളൊക്കെ ആലോചിച്ച് എന്താ പറയുക, വളരെയധികം കരഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് കൂട്ടായി നിന്നത് എൻ്റെ ഒരു ഉറ്റ കൂട്ടുകാരിയാണ്. അവൾ പറയാറുണ്ട്, ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുക, ഹൈറ്റിലോ അല്ലെങ്കിൽ കളറിലോ അല്ല ഇരിക്കുന്നത്. അത് മാനസികമായിട്ടും, അതായത് മനസ്സിൻ്റെ ഒരു നന്മയും അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലൊക്കെയാണ്. നല്ലൊരു നന്മയുള്ളൊരു മനുഷ്യനായിട്ടാണ് വളരേണ്ടത്, അല്ലാണ്ട് സൗന്ദര്യത്തിലല്ല. സൗന്ദര്യം എന്നത് നശ്വരമാണ്, നശിച്ചു പോകാവുന്നതാണല്ലേ, എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അങ്ങനെ എന്നെ ഉപദേശിച്ച് എൻ്റെ കൂടെ നിന്ന ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ അവളെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു അനുഭവക്കുറിപ്പാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ, അതായത് നിങ്ങളെവിടെയെങ്കിലും കരഞ്ഞപ്പോഴോ സന്തോഷിച്ചപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ആശ്വസിപ്പിച്ചപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടെ നിന്ന് സഹായിച്ച കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവക്കുറിപ്പ് എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.